ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറിത്തരണമെന്ന് പറയാൻ ഇതിൽ കൂടുതൽ നല്ല ഭാഷയില്ല. മോനെ, അച്ഛൻ വല്ലതും കഴിച്ചാണോ? ഗുഡ് ഈവനിങ്. ഒരു മെമ്മോ ഉണ്ടായിരുന്നു. ദിസ് ഈസ് ജസ്റ്റ് ആൻ ഒഫീഷ്യൽ ഫോർമാലിറ്റി. എംപ്ലോയ്മെന്റ് രജിസ്റ്ററിലെ റെക്കോർഡ്സ് എല്ലാം ഓർഡറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ക്വാളിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൂഫ് റീഡറായിട്ട് അവിടെ പോയി ഇരിക്കണമെന്നല്ല, റെക്കോർഡ്സിൽ എങ്ങനെ പറ്റൂ. മെമ്മോ റിസീവ് ചെയ്തതായിട്ട് ഈ രജിസ്റ്ററിലൊന്ന് ഒപ്പിട്ടാൽ മെമ്മോ ഒരു ഇൻഫോർമൽ അനൗൺസ്മെന്റ് നടത്തിക്കോട്ടെ. എന്റെ ഒരേ ഒരു ജ്യേഷ്ഠൻ മരിച്ചുപോയ ഗോദവർമ്മയുടെ മകൾ സുദർശനയുടെയും എന്റെ മകൻ രാമവർമ്മയുടെയും മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഹലോ, ഭാഷ ശരിയല്ലേ? ഒരു MBA ലൈനിൽ മുത്തശ്ശിയുടെ കാര്യതടവ് കിട്ടിയ ഭാഷയാണ്. അനിഞ്ചിട്ട് കഴിക്കുന്നില്ല. എക്സ്ക്യൂസ് മീ അപ്പേട്ട, ഒരു മിനിറ്റ്. മിസസ് മേനോൻ ഭാഗ്യവതിയാ. ഇതുപോലെ പുറത്തുള്ള 2 ആമക്കളെ കിട്ടിയല്ലോ. ഇൻഡാസ് കിട്ടി. കൊണ്ടുപോയി അവന്റെ അച്ഛ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞു. രവിവർമ്മയെ പ്രൂഫ് റീഡറാക്കിയിട്ട് ഇയാൾ മാനേജിംഗ് എഡിറ്ററുടെ കസേലിരിക്കില്ല. ഹലോ വർമ്മയാൻ വർമ്മ, എന്താണ് ചേട്ടനും കൂടി രഹസ്യം? കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിരിക്കല്ലേ? ഇനി മുമ്പോട്ടുള്ള നടപടികളെ കുറിച്ച് ഒരു ചെറിയ ക്ലാസ് കൊടുക്കായിരുന്നു. വേണ്ടേ? തീർച്ചയായിട്ടും വേണം. നടക്കട്ടെ. വേണ്ടാത്ത പണിക്കൊന്നും പോലെ ചളമാവേ. അച്ഛൻ പെട്ടിയെടുത്ത് പോയവനെന്ന് ഞാൻ പോകത്തില്ല. എങ്ങോട്ട് പോകുന്ന ക്ഷണിക്കാനൊക്കെ നമുക്ക് ജോലി ഉണ്ടാക്കി വെച്ചിരിക്കുക. നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ. മെമ്മോ തന്ന് വരുത്തിയതാ. നീ കഴിക്കുന്നില്ലേ? പ്രൂഫ് റീഡർക്ക് പറഞ്ഞിട്ടുള്ളതാണോ അമ്മേ സൊസൈറ്റിയും പാർട്ടിയും? അനിയൻചേട്ടന് ഭക്ഷണം ഇങ്ങോട്ട് എടുക്കട്ടെ. മെനി മോർ റിട്ടേൺസ് ഓഫ് ദ ഡേ സുദർശന. എന്താ മോനെ കാര്യം? നീ പോയി കിടന്നോ. അവരെ കണ്ടില്ലല്ലോ മോനെ. അവര് വന്നോളും മുത്തശ്ശി. ഇന്ന് ശരിക്കും സുധുവിന്റെ പിറന്നാളാണോ? ഓ, ആണ്ട് പിറന്നാളൊന്നുമല്ല, പക്ക പിറന്നാളാ. ക്ലബിൽ പാർട്ടി നടത്തണമെങ്കിൽ നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കാരണം വേണ്ടേ? ബ്യൂട്ടി പാർലറിൽ കയറ്റി പെയിന്റ് ഒക്കെ അടിപ്പിച്ച അവളെ അവിടെ നിർത്തിയിരിക്കുന്നത്. ലിപ്സ്റ്റിക്കും ഉണ്ട്. പാവല്ലേടാ അവള്. പാവമായിരുന്നു. ഇന്ന് കണ്ടപ്പോ പാവയായിട്ട് തോന്നി. ഈ പരിഷ്കാരമൊക്കെ കാലത്തിന്റെ ആവശ്യമാ. തമ്പുരാട്ടി തിരി. പരമേട്ട മുത്തശ്ശി പറഞ്ഞ കേട്ടോ, പരിഷ്കാരം കാലത്തിന്റെ ആവശ്യമാണെന്ന്. അതുകൊണ്ട് ആ ഇടയ്ക്കൊക്കെ പഠിപ്പുരെ തൂക്കി വല്ല ജാസൊക്കെ അടിച്ചു പഠിക്കാൻ നോക്ക്. എഴുത്തുപുരമുറ്റത്ത് ഫാഷൻ പരേഡ് നടത്താൻ പോവാണ് അപ്പേട്ടൻ. ഒരു അറ്റ്മോസ്ഫിയറിന് വേണ്ടി പരമേട്ടനെയും പായിപ്പാടിനെയും പൂറ്റിക്കുഞ്ഞിനെയൊക്കെ ടെറാക്കോട്ട പെയിന്റ് അടിച്ച് അവിടെ എവിടെയൊക്കെ പിടിച്ച് നിർത്തിക്കളെ അപ്പേട്ടൻ. അയ്യോ കുഞ്ഞ്, അത് ഉണങ്ങുന്ന പെയിന്റ് ആയിരിക്കൂ. കിണുങ്ങുന്ന പെയിന്റ്. കുഞ്ഞുണ്ടാവുന്നാട്ടെ. ഞാൻ വരാം. ഒഴിഞ്ഞു മാറിയതാ. വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അനിഞ്ചേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എത്ര ദിവസമായി അനിഞ്ചേട്ടൻ എന്നോട് മിണ്ടിട്ടെന്നറിയാമോ? എന്താ സുദർശനെ, സുഖമാണോ? ഇങ്ങനെ മിണ്ടിയാ മതിയോ? അനിഞ്ചേട്ടന്റെ മനസ്സിൽ എന്തുണ്ട്? അത് എങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ഇറിറ്റേറ്റ് ചെയ്തു അനിഞ്ചേട്ടാ? എന്ത് ഇറിറ്റേറ്റ് ചെയ്തെന്നോ? ആരോട് ചോദിച്ചിട്ടാടി നീ ലിപ്സ്റ്റിക് ഇട്ട്?
ആരോട് ചോദിച്ചിട്ടാ ലിപ്സ്റ്റിക് ഇട്ടെന്ന്? അപ്പച്ചിയാ പറഞ്ഞു ഇങ്ങനെയൊക്കെ വേണമെന്ന്. ഓഹോ, ഒരു അപ്പച്ചയും മരുമോളും. ഈ മോന്തയ്ക്ക് എന്തോന്നാ തേച്ച് വെച്ചിരിക്കുന്നത്? മതിയോ? പറ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനിയും മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. എന്ത് കാര്യങ്ങള്? അത് പോട്ടെ, അത് ഇതുപോലെ വിളക്കെണ്ണ തുടച്ചങ്ങ് തൂത്ത് കളഞ്ഞോളാം. ഇടി നാണമില്ലല്ലോടി, പക്ക പിറന്നാളാ ആണ്ട് പിറന്നാളാന്ന് പറഞ്ഞോണ്ട് നാട്ടുകാരെ കളിപ്പിക്കാൻ. അയ്യേ, ഛെ, പോ, പൊയ്ക്കോ പൊയ്ക്കോ. എനിക്ക് ഉറക്കം വരുന്നു, പോ.